Hello everyone, we continue our discussion on Mechanics 1 paper. In this video, we will be discussing about everyday forces of physics and turtle in an elevator problem. Start with the everyday forces of physics. നമ്മൾ പ്രകൃതിയിൽ സാധാരണയായി കണ്ടുവരുന്ന ബേസിക് ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ നാലായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഒന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അടുത്തത് സ്ട്രോങ് ഫോഴ്സ്, the next one is the electromagnetic force, the other one is the weak force. ഇതിൽ വീക്ക് ഫോഴ്സ് മാത്രം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കില്ല, എന്നിരുന്നാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള മൂന്ന് ഫോഴ്സസ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഓൺ എനി മാസീവ് ഒബ്ജക്റ്റ്. മാസുള്ള ഏതൊരു വസ്തുവിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അത് ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിനൊക്കെ ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ കൊടുക്കാനും നമ്മുടെ സ്റ്റാർസ് എല്ലാം അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എല്ലാം സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള കാരണം. സോ അവിടെ മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്, ഓരോ ഫോഴ്സിനും അവിടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ആ എക്സ്ചേഞ്ച് പാർട്ടിക്കിളിനെ നമ്മൾ ഗ്രാവിറ്റോൺസ് എന്ന് പറയാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിന് ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ സെയിം ചാർജസ് ആണെങ്കിൽ ആ ചാർജസ് റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അവ അട്രാക്ട് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. നൗ ദ സ്ട്രോങ് ഫോഴ്സിൻ്റെ കേസിൽ, സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഇൻസൈഡ് എ ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസിനകത്ത് നമുക്ക് പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ സബ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മെസോൺസ് ഉണ്ട്, അതുപോലെ ക്വാർക്സ്, ഗ്ലൂവോൺസ്, ഇതെല്ലാം സബ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, പാർട്ടിക്കിളിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന സബ് പാർട്ടിക്കിൾസ് ആണ് ഗ്ലൂവോൺസ്, ക്വാർക്സ്, മെസോൺസ്. ഇവയ്ക്കൊക്കെ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദർ ഈസ് വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ it is a force arising when during the neutron decay അല്ലെങ്കിൽ ബീറ്റ ഡീക്കെ ന്യൂട്രോൺ ഡീക്കെ ഒക്കെ നടക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസിലൊക്കെ കണ്ടുവരുന്ന ഫോഴ്സാണ് വീക്ക് ഫോഴ്സ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ വീക്ക് തിയറിയാണ്. ഓക്കെ, സോ വിൽ നോട്ട് ബി എക്സ്പ്ലെയിനിങ് ഇൻ ദിസ് ഇൻ ഡീറ്റെയിൽ, ബട്ട് ഫോർ എ മൊമെൻറ്റ് യു റിയലൈസ് ദാറ്റ് the four basic forces can be divided into four categories, that is gravitational force, strong force and electromagnetic force and weak force. അപ്പോൾ ഇതിന് നമുക്കൊരു ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ടേബിളായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. നമ്മൾ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ ഫോർ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് കൊടുത്തിരിക്കുന്നത്: ഗ്രാവിറ്റേഷണൽ, ഇലക്ട്രോമാഗ്നറ്റിക്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, സോ ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് എഴുതിയിരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ 1 യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ റിലേറ്റീവ് സ്ട്രെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1 യൂണിറ്റ് ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അതിൻ്റെ 10⁻36 മടങ്ങായിരിക്കും. 10⁻36 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞ് 36 സീറോസ് ഇടുന്ന അത്രയും ഒരു ബിഗ് നമ്പറാണ്. അഗെയിൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ അതിനെക്കാട്ടിലും 100 ഇരട്ടി ആണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ സ്ട്രെങ്ത് ഈസ് 10⁻38 ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെക്കാട്ടും വീക്ക് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഇറ്റ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് ഈസ് അബൌട്ട് 10⁻25. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് ബിഹേവിയർ ആണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. വെരി ലാർജ് ഡിസ്റ്റൻസിൽ ഈ ഫോഴ്സസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി റേഞ്ച്, ഇത് അനുഭവപ്പെടുന്ന റേഞ്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ അനുഭവപ്പെടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. നമുക്കറിയാം മാസുള്ള ഏതൊരു വസ്തുവിനും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ അത് എത്ര അകലത്തിലാണെങ്കിലും അതിൻ്റെ മാസിനനുസരിച്ച് അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്ലാനറ്റ്സിനിടയ്ക്കൊക്കെ ഈ ഒരു ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഓക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, അതായത് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അതിൻ്റെ റേഞ്ചും ഇൻഫിനിറ്റ് റേഞ്ചാണ്. എത്ര അകലത്തിലാണെങ്കിലും ചാർജസിനിടയ്ക്ക് നമുക്ക് ഫോഴ്സ് പറയാം. ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ റേഞ്ച് അത് ന്യൂക്ലിയസിൻ്റെ സൈസിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 femtometer ആണ്. 1 femtometer എന്ന് പറയുന്നത് 10⁻⁻15 meters ആണ്. ഓക്കെ. Now you have a weak nuclear force which is acting in a range 10⁻⁻18. Okay. So ഇതിലൊക്കെ മീഡിയേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ ഗ്രാവിറ്റോൺസ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ ഫോട്ടോൺസ് ആണ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൽ ഗ്ലൂയോൺസ് ആണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ ബോസോൺസ് ആണ്. ബോസോൺസിൽ W and C ബോസോൺസ് ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ടേബിൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെയൊക്കെ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ടേബിളൊന്ന് കൺസൈസ് ആയിട്ട് പഠിച്ച് വയ്ക്കുക. ഓക്കെ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഗ്രാവിറ്റി വെയ്റ്റ് ആൻഡ് ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഇതൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. So consider that you have two masses. One is at this point m1. There is a mass here. That is അതിൻ്റെ മാസ് ma ആണെന്ന് വയ്ക്കുക. വേറൊരു മാസ് ഇവിടെ ഉണ്ട് mb ആണെന്ന് വിചാരിക്കുക. സോ അവയ്ക്കിടയ്ക്കുള്ള ദൂരം r ആണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, രണ്ട് മാസിനിടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദർ ഇസ് ഓൾവേസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇടയ്ക്കുള്ള ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇൻ ദ ഡയറക്ഷൻ അലോങ് ദ ഡയറക്ഷൻ ഗിവൺ ബൈ ദി ലൈൻ ജോയിനിങ് ദം. അവ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ലൈൻസിനിടയ്ക്ക് അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് എഴുതാൻ അറിയാം. അത് എഴുതുന്ന സമയത്ത് നമുക്ക് ദ ഫോഴ്സ് എഫ് ബി ഓൺ ദ ലെറ്റ് എഫ് ബി ദി ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ പാർട്ടിക്കിൾ ബി ബൈ ദ പാർട്ടിക്കിൾ എ. അതായത് ഈ ഇവിടെ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇതാണ് പാർട്ടിക്കിൾ ബി, ഇതാണ് പാർട്ടിക്കിൾ എ പാർട്ടിക്കിൾ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് നമ്മൾ എഴുതുന്നത്. സോ ദിസ് ഈസ് എഫ് ബി ആണ്. എഫ് ബി ഈസ് ഗിവൺ ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു product that is proportional to FB is proportional to the product of their masses MA and MB. Product of their forces MA MB and inversely proportional to the square of the distance between them. അല്ല, ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ എങ്ങനെ എഴുതാം? So that is called a gravitational constant G. G is equal to ജിയുടെ വാല്യൂ നമുക്കറിയാം 6.67 into 10⁻⁻11 Newton meter square per kilogram square. So this will be the value of gravitational constant. എന്നത് ഇവയ്ക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇവയ്ക്ക് ഇവിടെ മാസിൻ്റെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയും. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മോഡുലസ് ഓഫ് എഫ് ബി ആണ്. അതായത് അതിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ഷൻ ഇപ്പം പറഞ്ഞിട്ടില്ല. ഡയറക്ഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെക്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്, പാർട്ടിക്കിൾ എ, ആൻഡ് ദർ ഇസ് എ പാർട്ടിക്കിൾ ബി അറ്റ് ദിസ് പോയിന്റ്. അവയ്ക്കിടയ്ക്കുള്ള ദൂരം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് RAB ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് RAB. RAB ക്യാപ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഡയറക്ഷൻ ഈ RAB ഇവിടുന്ന് എയിൽ നിന്നും ബിയിലോട്ട് വരയ്ക്കുന്ന അതേ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്റ്ററാണ് RAB. അപ്പം ഈ വെക്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വേർഡ്.
ദാറ്റ് മീൻസ് ഇറ്റ് ആക്ട്സ് അലോങ് ദ ലൈൻ ഓഫ് സെൻറ്റേഴ്സ്. ഈ രണ്ട് മാസിൻ്റെ സെൻറ്ററിലൂടെയാണ് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ എന്ന് പറയുന്നത്, ആ ഡയറക്ഷനിലായിരിക്കും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് കോൾഡ് എ സെൻട്രൽ ഫോഴ്സ്. ഇനി നമുക്ക് ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അപ്പോൾ ഈ ഡയറക്ഷനിലാണ് സെൻട്രൽ ഫോഴ്സ്. ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ എന്തെഴുതി, അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫോഴ്സ് ആക്ടിങ് ഓൺ പാർട്ടിക്കിൾ ബി ഡ്യൂ ടു പാർട്ടിക്കിൾ എ കാണിക്കാൻ വേണ്ടിയിട്ട്, അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ദർ ഇസ് എ മൈനസ് സൈൻ വിത്ത് ജി എം എ എം ബി ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആർ സ്ക്വയർ. ഡയറക്ഷൻ കാണിക്കുന്നത് എയിൽ നിന്നും ബിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നത് എഫ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ആർ ക്യാപ് എ ബി. ആർ ക്യാപ് എ ബിയുടെ ഡയറക്ഷനായിരുന്നു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എഴുതുന്നത് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡ്യൂ ടു ദ പാർട്ടിക്കിൾ ബി. പാർട്ടിക്കിൾ ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. സോ എഫ് എ എന്ന് എഴുതി നമ്മൾ, എഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ജി, അതിൻ്റെ പ്രോഡക്റ്റ്, രണ്ട് മാസിൻ്റെയും പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ അവയ്ക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അപ്പം പാർട്ടിക്കിൾ എ ഇവിടെ ഉണ്ട്, പാർട്ടിക്കിൾ ബി ഇവിടെ ഉണ്ട്. എഫ് എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഫോഴ്സ് ഈ ഡയറക്ഷനാണ്. നമുക്കറിയാം ആർ എ ബിയുടെ ഡയറക്ഷൻ. സോ ദിസ് വെക്ടർ ആർ എ ബി എന്നുള്ളത് റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന വെക്ടർ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വേറൊരു വെക്ടർ എഴുതണം. സോ ദാറ്റ് വെക്ടർ ഈസ് ഫ്രം ബി ടു എ. സോ അതിന് നമുക്ക് ആർ ബി എ എന്ന് എഴുതാം. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഡയറക്ഷൻ ഫ്രം ബി ടു എ ആണ്. ഓക്കെ, സോ എഫ് എക്ക് നമ്മൾ എഴുതി എഫ് ബി എ എന്ന് എഴുതി. ഓക്കെ, സോ നൗ എഫ് ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെയിം ആസ് മൈനസ് ആർ എ ബി, മൈനസ് ആർ ബി എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് ആർ എ ബി. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. അതായത് ഈ മൈനസ് സൈനും അതുപോലെ ഈ ആർ ബി എയും കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എ ബി എന്ന് കൊടുക്കുക. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ. അപ്പോൾ ഈ മൈനസ് സൈൻ പോയി ഇവിടെ പ്ലസ് ആയി, പകരം ഇവിടെ ആർ എ ബി ആയി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നേരത്തെ എഫ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് സൈനാണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി. അപ്പോൾ എഫ് ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫോഴ്സ് അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പറയാം ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണ്. എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്? അതായത് എ ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് എഫ് ബി, ബി എയിൽ കൊടുക്കുന്ന ഫോഴ്സാണ് എഫ് എ. സോ രണ്ട് പാർട്ടിക്കിൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയ്ക്കുള്ള ഫോഴ്സ് എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ എഫ് എ ഈക്വൽ ടു എഫ് ബി എന്ന് നമുക്ക് എഴുതാം. സോ ഇതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ വാലിഡ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് വി ലുക്ക് അറ്റ് ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിന് ആക്ട് ചെയ്യുന്ന സ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? ഓക്കെ, സോ ഇമാജിൻ അവിടെ ഐഡിയ എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേസ് ലോ ഓഫ് superposition ആണ്. Force due to a collection of particle is the vector sum of the forces exerted by the particles individually. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഒരു സ്ഫെറിക്കൽ ഷെൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദിസ് എ സ്ഫെറിക്കൽ ഷെൽ വിച്ച് ഈസ് ഗിവൺ ബൈ ദിസ് ഷെൽ. ഒരു ഷെല്ലുണ്ട്, അതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കാം. ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മാസ് ഒരു ഡിസ്റ്റൻസിൽ ഒരു എം എന്നുള്ള ഈ ഒരു പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാർട്ടുകൾ ചേർന്നിട്ടാണ് ഈ ഷെല്ല് ഉണ്ടാകുന്നത്. ഓരോ പാർട്ടിനും ഓരോ മാസ് ഉണ്ടാകും. ഓരോ മാസും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ എമ്മിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പിന്നെ അത് സം ചെയ്യണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദ ഐഡിയ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേസ് ലോ ഓഫ് സൂപ്പർപൊസിഷൻ. അതായത് ഈ ഓരോ ഇൻഡിവിജ്വൽ മാസ് പോയിന്റും ഇതിൽ കൊടുക്കുന്ന ഫോഴ്സസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം.
ഓക്കെ. എന്നിട്ട് അത് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. സോ നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. അതങ്ങനെ എഴുതാൻ പറ്റുന്നതിന് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒബേസ് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ലോ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു ദ ഇൻഡിവിജ്വൽ മാസസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ force due to the entire mass is equal to the force due to sum of the individual masses എന്ന് പറയാം. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ സെൻറ്റൻസിലൊരു കറക്ഷൻ ആവശ്യമാണ്. അതായത് ഒരു ഫോഴ്സ് എം മാസുള്ളൊരു വസ്തു കൊടുക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിലുള്ള ഓരോ എലമെൻറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ. നൗ അപ്പോൾ അതെങ്ങനെ കാണും? ഇപ്പോൾ സപ്പോസ് അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എടുക്കുന്ന പോയിന്റ് പല സ്ഥലത്താവാം. ഒന്ന് ഈ മാസിന് പുറത്തുള്ളൊരു പോയിന്റ് ആവാം. ഓക്കെ. ഇമാജിൻ ദ മാസ്, ചെറിയൊരു മാസ് ഉണ്ട് ഈ സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് 6 ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്നും 6 ഡിസ്റ്റൻസിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവയ്ക്ക് ഇടയ്ക്കുള്ള ഫോഴ്സ് നമുക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതുള്ളൂ. അപ്പം അങ്ങനെ എഴുതുന്ന സമയത്ത് വിൽ ഗെറ്റ് F is equal to minus G, ഈ ഷെല്ലിൻ്റെ മാസ് M, സ്മോൾ മാസ് M ഡിവൈഡഡ് ബൈ അവയ്ക്കിടയ്ക്കുള്ള ദൂരം R² ഇൻറ്റു ആർ ക്യാപ്പ്. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് exerted on small m due to the spherical shell. Okay. Now suppose the mass is inside. ഈ ഒരു പോയിന്റ്, ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിനകത്താണ് മാസ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. സോ മാസ് ഈസ് അറ്റ് ദ സെൻറ്റർ ഓർ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിലനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 ആവുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റും. Imagine the mass is inside the spherical shell. ഇതൊരു സ്പെറിക്കൽ ഷെല്ലാണ്, അതിനുള്ളിലാണ് മാസ് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെറിക്കൽ ഷെല്ല് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിൽ ഹോളായിരിക്കും. ഈ പാർട്ടിലൊന്നും മാസ് ഉണ്ടാവില്ല. ഓക്കെ. ഒരു ബോൾ പോലെ, ഒരു ക്രിക്കറ്റ് ബോൾ പോലെ ഉള്ളിൽ ഹോളോ ആയിട്ടുള്ള ഒരു ബോൾ പോലെയാണ്. അപ്പം ഇതിൻ്റെ സർഫസിൽ മാത്രമേ മാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് ഒരു കോണിക്കൽ ഷേപ്പിൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഈ ഒരു മാസും കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ ഈ മാസസ് ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് എഴുതാം. അപ്പം ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു പാച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ പാച്ചിൻ്റെ മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഇതിൻ്റെ പാച്ചിൻ്റെ റേഡിയസിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇത് നമുക്കൊരു കോണായിട്ട് എടുക്കാം. കോണായിട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരും. ആ സർക്കിളിൻ്റെ റേഡിയസിന് പ്രൊപ്പോർഷൻ ആയിരിക്കും മാസ് ഉണ്ടാവുക. റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്റ്റൻസ് ഫ്രം മാസ് M ടു ദ പാച്ച്. ഈ ഒരു പാച്ചിലേക്കുള്ള ഡിസ്റ്റൻസ്, എമ്മിൽ നിന്നും പാച്ചിലേക്കുള്ള ഡിസ്റ്റൻസിലേക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള പാച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് കുറവായതുകൊണ്ട് ഈ പാച്ചിൻ്റെ മാസ് കുറവായിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് കുറവാണ്. സോ ഈ രണ്ട് ഫോഴ്സസ്, ഈ രണ്ട് പാച്ച് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അത് ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ ഇവിടെയുള്ള ഓരോ പാച്ചും നമുക്ക് കൺസിഡർ ചെയ്യാം. എല്ലാ സൈഡിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊരു പാച്ച് ഉണ്ടാവും. ദറ്റ്സ് ദ ഫോഴ്സ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് ക്യാൻസൽ ചെയ്ത് പോകും. അത് ക്യാൻസൽ ചെയ്ത് പോകാൻ പറയുന്ന ഏരിയ ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് സ്ക്വയർ. അപ്പം ഇവിടെ ഈ പാച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്രീസസ് ആസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഡിസ്റ്റൻസ് പോകുന്തോറും അതിന് പ്രൊപ്പോർഷണലായിട്ട് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലായിട്ട് ഏരിയ കൂടും. ബട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ് നമുക്കറിയാം. സ്ട്രെങ്ത് ഓഫ് ദ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. ഓക്കെ. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് എഫക്റ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഇവിടെ ഈ മേലെയുള്ള പാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഏത് ഡയറക്ഷനായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. താഴെയുള്ള പാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ ബിക്കോസ് ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് ഒരു മാസ് ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലാണെങ്കിൽ
അതിലനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, സപ്പോസ് ഇതൊരു സ്പെറിക്കൽ ഷെല്ലല്ല, ഒരു സോളിഡ് സ്ഫിയർ ആണെന്ന് വയ്ക്കാം. സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്ഫിയർ ആണ്, അതായത് അകത്ത് മാസ് ഡിസ്ട്രിബ്യൂഷനുള്ള, യൂണിഫോം മാസ് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു സോളിഡ് ആയിട്ടുള്ളൊരു സ്ഫിയർ ആണെന്ന് വയ്ക്കുക. ഹോളോ സ്ഫിയർ അല്ല, സോളിഡ് ആയിട്ടുള്ളൊരു സ്ഫിയർ ആണെന്ന് വയ്ക്കുക. ആ സമയത്ത് അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോഴും നമുക്ക് എഴുതാം. അപ്പോൾ സോളിഡ് സ്ഫിയറിൻ്റെ മാസ് ME ആണെന്ന് വയ്ക്കാം. ഓക്കെ, അതിൻ്റെ റേഡിയസ് RE ആണെങ്കിൽ, ഈ സെൻട്രൽ നിന്നും ഈ മാസ് പോയിന്റ് പുറത്താണെങ്കിൽ അതിലനുഭവപ്പെടുന്ന ഫോഴ്സ് -GME ഇൻറ്റു ഈ സ്മോൾ മാസ് M, അവയ്ക്കിടയ്ക്കുള്ള ദൂരം അതിൻ്റെ സ്ക്വയർ ഇൻറ്റു R ക്യാപ്പ്. R ഷുഡ് ബി ഗ്രേറ്റർ ദാൻ RE. ഈ സോളിഡ് സ്ഫിയറിൻ്റെ റേഡിയസിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസിലായിരിക്കണം ഈ ചെറിയ മാസ് ഉണ്ടാവേണ്ടത്. Whenever the mass is inside the sphere, the force on the sphere will be whenever small m is inside, അത് സ്ഫിയറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിലനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കും. സോ can also write down here F is equal to 0 if R is less than RE. ഓക്കെ, അപ്പോൾ ഓൺ ദ സർഫസിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഓൺ ദ സർഫസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ സ്മോൾ r എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു RE, റേഡിയസ് ഓഫ് ദ സോളിഡ് സ്ഫിയർ. ഓൺ ദ സർഫസിലാണെങ്കിൽ നമുക്കൊരു ഫോഴ്സ് അനുഭവപ്പെടും, ദാറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് G capital M E into M divided by RE square into R cap. Okay, so now ഈ ഫോഴ്സിനെ നമുക്ക് ന്യൂട്ടൺ ലോ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, the force F equal to mass into acceleration അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമുല എഴുതുകയാണെങ്കിൽ F/m നമുക്ക് ഇവിടെ നിന്ന്, ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് സ്മോൾ എമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് എഴുതുന്ന സമയത്ത് ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ F ഡിവൈഡഡ് ബൈ M. F ഡിവൈഡഡ് ബൈ M ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആക്സിലറേഷൻ A ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ കൺസിഡർ ചെയ്ത മാസ് ഏതാണ്? സ്മോൾ m ആണ് നമ്മൾ കൺസിഡർ ചെയ്ത മാസ്. അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ മാസ് M. ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ കാര്യം, അതായത് ഒരു വസ്തുവിൻ്റെ ആക്സിലറേഷൻ അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൽ ഫോഴ്സ് കൊടുത്ത വസ്തു ഏതാണോ അതിൻ്റെ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് താഴെ വീഴുന്ന സമയത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 m/s². അതിപ്പോൾ ഏത് വസ്തു ഇട്ട് കഴിഞ്ഞാലും അതിലനുഭവപ്പെടുന്ന ആക്സിലറേഷൻ 9.8 m/s² ആണ്. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ ആ 9.8 എന്നുള്ള ആക്സിലറേഷൻ അത് ആ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏത് വസ്തുവാണോ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എർത്തിൻ്റെ കേസിലാണെങ്കിൽ ഈ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ എർത്ത് ആയിരിക്കും. ഓക്കെ, അല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ മാസുമായിട്ട് അതിൻ്റെ ആക്സിലറേഷന് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എർത്തിൻ്റെ മാസിന്, അതുപോലത്തെ എർത്തിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ എഴുതാം, -GME/RE², where ME is the mass of the earth and R is the radius of the earth. റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ഏകദേശം 1400 കിലോമീറ്റർ ആണ്. ഓക്കെ, അതുപോലെ മാസ് ഓഫ് ദ എർത്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാം. ഐ ഡോണ്ട് റിമെമ്പർ ദ വാല്യൂ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അറിയാം. അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് 9.8 m/s² എന്ന് കിട്ടും. ഓക്കെ, so that is the acceleration due to gravity. Acceleration due to gravity ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് വസ്തു താഴോട്ട് പതിക്കുമ്പോഴുള്ള ആക്സിലറേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ,